മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം UDF-ന് കോൺഗ്രസിന്റെ വത്സമ്മ സെബാസ്റ്റ്യനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് UDF ഭരണം നേടിയത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, ഈ പഞ്ചായത്തിൽ സംഭവിച്ചത് എന്താണ്? അവിശ്വാസ പ്രമേയമൊക്കെ വന്ന സാഹചര്യം എങ്ങനെയാണ്? വിശദാംശങ്ങൾ. അനുജ, ചുങ്കത്തറ പഞ്ചായത്തിൽ ഇപ്പോൾ പ്രസിഡന്റായി UDF-ന്റെ വത്സമ്മ സെബാസ്റ്റ്യനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇതാ ഇപ്പോൾ കഴിയുകയും ചെയ്തു. ചുങ്കത്തറ പഞ്ചായത്തിൽ UDF-ന്റെ അംഗങ്ങൾ അത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. പ്രസിഡന്റ് TP റീനയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. ഈ സമയത്ത് LDF-ന്റെ അംഗമായിരുന്ന നുസൈബ സുധീർ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇത് PV അൻവറിന്റെ ഇടപെടലിലൂടെയാണ് ഈ ഒരു കൂറുമാറ്റം ഉണ്ടായത്. ഇതേ തുടർന്ന് വലിയ സംഘർഷമാണ് ചുങ്കത്തറ പഞ്ചായത്തിന് മുൻപിൽ ഈ അവിശ്വാസ പ്രമേയ ദിവസം ഉണ്ടായത്. അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. 10-9 എന്നുള്ള വോട്ടുകൾക്കാണ്, അതായത് 9-നെതിരെ 10 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വത്സമ്മ സെബാസ്റ്റ്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് അതിലെ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ ഒരു കളി എന്ന് മാത്രമേ ഇതിനെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ സമയത്ത്. കാരണം നറുക്കെടുപ്പിലൂടെയാണ് അന്ന് UDF പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നറുക്കെടുപ്പിലൂടെ തന്നെ വന്നു. അങ്ങനെ 1.5 വർഷക്കാലം വളരെ നല്ല രീതിയിൽ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആ സമയം ഞങ്ങളുടെ കൂടെയുള്ള ഒരാളെ കള്ളത്തരം പറഞ്ഞ് ചാടിച്ചു കൊണ്ടുപോയി അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഭരണം ഏറ്റെടുത്തു. അതിനുശേഷം ഒരു നെറികെട്ട ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം ഒരു കാര്യവും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാത്ത, കിട്ടിയ ഫണ്ട് പോലും വേണ്ടത്ര രീതിയിൽ ചെലവഴിക്കാത്ത ഒരു ഭരണമാണ് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഒരു 6-7 മാസമേ നമ്മുടെ മുമ്പിലുള്ളൂ. എങ്കിലും ആ 7 മാസം കൊണ്ട് മറ്റുള്ളവർക്ക് ഉള്ള ഫണ്ട് അനുസരിച്ച് നല്ല പ്രവർത്തനം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഉത്തമ ബോധമുണ്ട്. വൈസ് പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ല. രാജിവെച്ചിട്ടില്ല, അതെനിക്കറിയത്തില്ല. കാരണം വൈസ് പ്രസിഡന്റ് വരാഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് വളരെ നെറികെട്ട രീതിയിലാണ് LDF-ന്റെ മെമ്പർമാരോട് ഞങ്ങളോട് പെരുമാറിയത്. കാരണം ചാണകവും മൂത്രവും എല്ലാം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഞങ്ങളുടെ എല്ലാ ശരീരത്തൊഴിച്ച് അതിൽ എന്തോ പൊടി, ഞങ്ങൾക്ക് മയങ്ങാനുള്ള ഒരു പൊടിയും കൂടെ കലർത്തിയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള 2-3 മെമ്പർമാരെ കുപ്പി കൊണ്ട് എറിഞ്ഞ്, അതുപോലെ തലയ്ക്ക് പരിക്കേറ്റു. ഒരാൾ ബോധം കെട്ട് ഇത് കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അതുകൊണ്ട് ജീവനെ പേടിച്ചിട്ടാണ് മുൻ വൈസ് പ്രസിഡന്റ് ഇതിൽ പങ്കെടുക്കാതിരുന്നത്. ഭയന്നിട്ട് തന്നെയാണ്. മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം UDF നേടിയിരിക്കുന്നു. കോൺഗ്രസിന്റെ വത്സമ്മ സെബാസ്റ്റ്യനാണ് ഇപ്പോൾ സംസാരിച്ചത്. അവരാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അവിശ്വാസ പ്രമേയത്തിലൂടെ UDF ഭരണം നേടുകയായിരുന്നു.